തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിച്ചു കയറിയതിനു പിന്നാലെ തൃശ്ശൂരിൽ മാത്രമല്ല കേരളത്തിലും ശക്തമായ നടപടികളുമായി മുൻപോട്ട് പോവുകയാണ് താരം. ഏതായാലും തൃശ്ശൂരിൽ അദ്ദേഹം ഉയർത്തിയ ഏറ്റവും വലിയ ഒരു പ്രചരണം കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് തന്നെയായിരുന്നു. ഇതിൻ്റെ പേരിൽ അദ്ദേഹം ഒരു പദയാത്ര നടത്തി. ആ പദയാത്രയെ CPM-ഉം മറ്റുള്ളവരും ട്രോളി നാശമാക്കിയിരുന്നു. ഇന്നതാ അതിനൊരു ഉത്തരം വന്നിരിക്കുന്നു. കരുവന്നൂർ തട്ടിപ്പ് കേസിൽ 29 കോടി രൂപയുടെ സ്വത്തുവകകൾ ED മരവിപ്പിച്ചിരിക്കുന്നു. CPM-ൻ്റെതടക്കം സ്വത്തുക്കളാണ് മരവിപ്പിച്ചിരിക്കുന്നത്. CPM-ൻ്റെ 8 ബാങ്ക് അക്കൗണ്ടുകളുടെ സ്വത്തുക്കൾ മരവിപ്പിച്ചിരിക്കുന്നു. മറ്റു സ്വകാര്യ വ്യക്തികളുടെ ഉൾപ്പെടെയാണ് 29 കോടി രൂപയുടെ സ്വത്തുക്കൾ മരവിപ്പിച്ചിരിക്കുന്നത്. ഇത് ആദ്യമായിട്ടാണ് CPM-ന് ED ഈ കുറ്റപത്രത്തിൽ ചേർക്കുന്നത്. ഒപ്പം തന്നെ ഇത് നേതാക്കളിലേക്ക്, അതായത് ED ചോദ്യം ചെയ്ത നേതാക്കളെ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യത നിലനിൽക്കുന്നു എന്നൊരു വലിയ സൂചനയും പുറത്തു വരുന്നു. കേന്ദ്രം സുരേഷ് ഗോപിക്കൊപ്പം കട്ടയ്ക്ക് നിന്നപ്പോൾ ഈ കരുവന്നൂർ കേസിൽ വളരെ വേഗത്തിൽ തന്നെ നീക്കങ്ങൾ നടന്നു തുടങ്ങുന്നു. ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് അതിനൊരു മന്ദത ഉണ്ടായിരുന്നെങ്കിൽ ആ മന്ദത മാറിയിരിക്കുന്നു. ഇതോടുകൂടി തന്നെ CPM ആണ് BJPയെ വിജയിപ്പിച്ചത് എന്ന ഒരു കോൺഗ്രസ് പ്രചരണത്തിന് വലിയൊരു തിരിച്ചടിയുമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. CPM ജില്ലാ സെക്രട്ടറി MM വർഗീസിൻ്റെ പേരിലുള്ള സ്വത്തുക്കളും കണ്ടുകെട്ടിയതിൽ ഉൾപ്പെടുന്നു. ഏതായാലും ED ചോദ്യം ചെയ്ത നേതാക്കളും ഒപ്പം ചോദ്യം ചെയ്യാൻ സാധ്യതയുള്ള നേതാക്കളുമൊക്കെ നിയമ പോരാട്ടത്തിന് വേണ്ടിയിട്ട് ഇല്ലെങ്കിൽ മുൻകൂർ ജാമ്യത്തിന് വേണ്ടിയിട്ടുള്ള ഓട്ടം തുടങ്ങിയതായിട്ടാണ് പുറത്തുവരുന്ന വിവരം. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.